അപ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളിയ നടപടിക്കെതിരെ നിലപാട് കടുപ്പിച്ചു കോൺഗ്രസ്. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. നടപടി പിൻവലിക്കണമെന്നാണ് ആവശ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന് മുന്നിൽ ഇന്നലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ളവർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. അതായത് ഒരു കേസുമായി ബന്ധപ്പെട്ടതിൽ വ്യക്തത പത്രികയിൽ വരുത്തിയില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ പത്രിക തള്ളിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ആ നടപടിക്കെതിരെ നിലപാട് കോൺഗ്രസ് കടുപ്പിക്കുമ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള കൂടിക്കാഴ്ച എപ്പോഴായിരിക്കും? ഇങ്ങനെയായിരിക്കും ഇനിയുള്ള നടപടി? വെരി ഗുഡ് മോർണിംഗ് പ്രവിധാൻ ഹാഷ്മി. പ്രവിധ, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് നിലവിൽ ഈ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. 12 മണിക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തെത്തി KC വേണുഗോപാലും നേതാക്കളും ഈ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ തന്നെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഈ തെരഞ്ഞെടുപ്പ് കാര്യാലയത്തിന് മുന്നിൽ കുത്തിയിരുന്നൊക്കെ പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ പ്രതിഷേധത്തിന് ഒടുവിലാണ് പിന്നാലെ ഈ ആസ്ഥാനത്തിനുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളിൽ തന്നെ നേതാക്കളെ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് നേതാക്കൾ മെമ്മോറാണ്ടം നൽകിയിട്ടുണ്ട്. ഈ നടപടി പിൻവലിക്കണമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. KC വേണുഗോപാൽ പറയുന്നത് ജനാധിപത്യത്തെ കൊല്ലുന്ന ഒരു നടപടി എന്നാണ് അദ്ദേഹം ഈ സംഭവത്തെ ആരോപിച്ചിരിക്കുന്നത്. ഈ മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളിയ സംഭവത്തിന് പിന്നിൽ BJPയുടെ ഗൂഢാലോചനയുണ്ടെന്നും ഈ മധ്യപ്രദേശിലെ 3 സീറ്റുകളിൽ അട്ടിമറി വിജയം നേടാനാണ് BJP ശ്രമിക്കുന്നതെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ആ നടപടിയിൽ ഒരു തിരുത്തൽ ഉണ്ടായില്ല എങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അത് ശക്തമായിട്ടുള്ള പ്രതിഷേധം, ഒപ്പം തന്നെ നിയമപരമായിട്ടുള്ള നടപടികളും സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ വലിയ പ്രതിഷേധം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ആസ്ഥാനത്തിന് മുന്നിൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തിന് മുന്നിലൊക്കെ നമ്മൾ കണ്ടതാണ്. നേതാക്കൾ അവിടെ കുത്തിയിരുന്നൊക്കെ പ്രതിഷേധിച്ചു. ഈ പ്രതിഷേധത്തിനൊക്കെ ഒടുവിലാണ് ഈ നേതാക്കളെ ഈ ആസ്ഥാനത്തിനുള്ളിലേക്ക് തന്നെ പ്രവേശിപ്പിച്ചത്. പിന്നാലെയാണ് നേതാക്കൾ അവിടെ എത്തി മെമ്മോറണ്ടം സമർപ്പിക്കുകയും ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ നടപടി പിൻവലിക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലാത്ത പക്ഷം നിയമപരമായും അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് നീങ്ങാനാണ് തീരുമാനം. ഓക്കെ, കോടതി ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. അത് കേസല്ല, കേസിന്റെ പട്ടിക ഉൾപ്പെടുത്തുന്ന കാര്യമില്ല എന്നൊക്കെയാണ് ഇന്നലെ കോൺഗ്രസ് പറഞ്ഞത്. ഇന്നലെ അകത്തോട്ട് പോയി കാണാൻ അനുവദിക്കുന്നില്ല, അവിടെ കുത്തിയിരുന്നുള്ള പ്രതിഷേധം ഒക്കെ നമ്മൾ കണ്ടതാണ്. ജനാധിപത്യത്തെ കൊല ചെയ്യലാണ് എന്ന് KC വേണുഗോപാൽ ആരോപിക്കുന്ന ഇന്നലെ രാത്രി കണ്ടു. അങ്ങേരും നാടകീയമായ സംഭവമായിരുന്നു ഇന്നലെ അവിടെ ഉണ്ടായത്. ഇന്നിപ്പോൾ എന്താണ് അതിന്റെ പരിഹാരം എന്ന കാര്യം നമുക്ക് നോക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.